വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിലെ അപാകതയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് ഇന്ന് കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിലെ അപാകതയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം ഇന്ന് എത്തുകയാണ്. എപ്പോഴാണ് ഇവരുടെ പ്രതിഷേധം ഉണ്ടാവുക? ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഹരിത, ഗുഡ് മോർണിംഗ്. ഇന്ന് കോഴിക്കോട് പ്രധാനമായും ഉള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സംയുക്ത പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന ഈ പ്രതിഷേധം തന്നെയാണ്. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ ഉൾപ്പെടെ അവർ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. അതിൽ തന്നെ പ്രധാനമായും വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ സർക്കാർ ഇപ്പോൾ ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് 57 പേർക്കാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ 140-ലധികം ആളുകൾ ഈ ദുരന്തബാധിതരായി തന്നെ ഉണ്ട്. അതിൽ കൃത്യമായി മുഴുവൻ പേരെയും ഇതിൽ ഉദ്യോഗസ്ഥർ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ആക്ഷേപം. ഒപ്പം തന്നെ സ്പോൺസർമാർ പോലും രംഗത്ത് വന്നിരുന്നു. ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകാൻ. അങ്ങനെ സ്പോൺസർമാർ രംഗത്ത് വന്ന 143 വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് സ്പോൺസർമാർ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യത്തിലാണ് കേവലം 57 പേരെ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് പുനരധിവാസത്തിലെ വലിയ അപാകതയാണ്. ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും, ഈ സ്ഥലം നഷ്ടപ്പെട്ട, സ്വത്ത് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും അർഹമായ ഒരു നഷ്ടപരിഹാരം നൽകുക. ഒപ്പം തന്നെ ദുരിതാശ്വാസ സഹായ പാക്കേജ് ഇവർക്കെല്ലാവർക്കും അനുവദിക്കുക. ഇരകളായവർക്ക് വീടുൾപ്പെടെ സഹായം വാഗ്ദാനം ചെയ്ത് സ്പോൺസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുക. ഒരു വിഭാഗം ആളുകൾക്ക് ദുരിതാശ്വാസ പാക്കേജ് നിഷേധിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഇരകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിഷേധ കൂട്ടായ്മ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ അരങ്ങേറുന്നത്. അത് ഷാഫി പറമ്പിൽ MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രക്ഷോഭങ്ങൾ നടത്താൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഹരിത, റിയാസ്, ഈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? തീർച്ചയായും ഉരുൾപൊട്ടൽ ദുരന്തബാധിതരിൽ അർഹരായ അല്ലെങ്കിൽ ഈ ഒരു പട്ടികയിലില്ലാത്ത ആളുകളൊക്കെ തന്നെ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിലങ്ങാട് ഇരകളുടെ പ്രതിഷേധം കൂടിയായി മാറുകയാണ്. അത് കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുന്നു ആ പ്രതിഷേധം എന്നുള്ളതാണ്. സമീപകാലത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ നീക്കമായി നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു സമരം കൂടിയായിരിക്കും ഇന്നത്തേത്. അത് ഈ 57 പേരെ മാത്രമാണ്. 143 പേർക്ക് വീട് വെച്ച് നൽകാൻ സ്പോൺസർമാർ പോലും തയ്യാറായിട്ടും സർക്കാർ ഒരു ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ ആ ദുരിതാശ്വാസ പാക്കേജിൽ കേവലം 57 പേർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് അത് ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന അപാകതയാണ്. ഉദ്യോഗസ്ഥരാണ് ഇവരെ ഉൾക്കൊള്ളിക്കാതിരുന്നത്. പലരെയും, അർഹരായ പലരെയും പുറത്താക്കിയത് ഉദ്യോഗസ്ഥരാണ്. ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പട്ടികയിൽ 57 പേരെ മാത്രം ഉൾപ്പെടുത്തിയതിൽ വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിലങ്ങാട് ദുരന്തബാധിതരായിട്ടുള്ള ഇരകളും ഇന്നത്തെ ഈ ഒരു പ്രതിഷേധത്തിൽ സംബന്ധിക്കും. രാവിലെ 10 മണി മുതലാണ് കളക്ടറേറ്റിന് മുൻപിൽ ഈ പ്രതിഷേധം അരങ്ങേറുന്നത്. ഹരിത, റിയാസ്, അതേസമയം തന്നെ ഈ പ്രതിഷേധം വലിയ രീതിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറയുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് സംഘടനകളും മറ്റും എത്താൻ സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ അവിടെ? ഇതൊരു പ്രതിഷേധ മാർച്ചല്ല, പ്രതിഷേധ കൂട്ടായ്മയാണ്. ഏത് പ്രതിഷേധത്തിനും സ്വാഭാവികമായും പോലീസ് സുരക്ഷ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു സന്നാഹം എന്തായാലും ഇന്ന് കളക്ടറേറ്റിന് മുൻപിലും പോലീസിൻ്റെ നേതൃത്വത്തിലും ഉണ്ടാകും. പക്ഷേ ഒരു പ്രതിഷേധ മാർച്ചല്ലാത്തതുകൊണ്ട് തന്നെ ഒരു അക്രമാസക്തമായ രീതിയല്ല, തീർത്തും ഒരു ഗാന്ധിയൻ മാർഗമാണ് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മയിൽ കോൺഗ്രസ് നേതൃത്വം ആവിഷ്കരിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ, DCC നേതൃത്വം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഇതൊരു തുടക്കം മാത്രമാണ് എന്നവർ പറയുന്നു. ഇതൊരു സൂചന മാത്രമാണ്. ഇന്നത്തെ ഈ പ്രതിഷേധ കൂട്ടായ്മ ഇരകളെയൊക്കെ ഒപ്പം നിർത്തിയുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മ. ഒരുപക്ഷെ വയനാട് ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുപോലെ തന്നെ വിലങ്ങാടും സമാനമായ രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജ് വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ശരി, റിയാസ് KMR ആണ് വിശദാംശങ്ങൾ നൽകിയത്.